Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ്? എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇതൊരു സാമ്പിളാണ്. ഇതുപോലെ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തും. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ വേറെ പ്രത്യേകം ഒന്നുമില്ല. റിപ്പോർട്ടിംഗ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുകയാണ്, നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് കിട്ടി, അത് പറഞ്ഞ് ഒരുപാട് നീട്ടി വലിയ പ്രസംഗത്തിലേക്കും സാക്ഷ്യത്തിലേക്കും പോകരുത്. ഇവിടെ ഈ 2 ദിവസം നടന്ന കാര്യം മാത്രം പറയാം. മനസ്സിലായോ? ഞാൻ പണ്ട് ബ്രദറിൻ്റെ ധ്യാനം കൂടിയിട്ടില്ലായിരുന്നു, അതൊന്നും പറയരുത്. എല്ലാവരും നമ്മുടെ ധ്യാനം കൂടിയിട്ടുള്ളതാണ് അല്ലേ? അത് പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് പുതിയ കാര്യം കിട്ടി, അതിനെക്കുറിച്ച് പറഞ്ഞൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് അത് മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുന്ന രീതിയായിരിക്കണം. ചിലർക്ക് വളരെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ചിലർ ഇപ്പോഴും ഒരു സംശയത്തിലാണ്, ഇതൊക്കെ നടക്കണ കാര്യമാണ്, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ അങ്ങനെ പല സംശയങ്ങളുണ്ടാവും. പക്ഷെ അവരെ നമ്മൾ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലായോ? ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. മാത്രമല്ല പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും വേഗം വരിക. എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്? ഞാൻ ആദ്യമായിട്ട് ബ്രദറിൻ്റെ ക്ലാസ് കൂടുന്നത്. പക്ഷേ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. പേഴ്സണൽ പ്രയറിനെ കുറിച്ചുള്ള ഷോർട്ട് കട്ട്, അതിൻ്റെ ആ ഒരു ടെക്നിക്ക് അതെനിക്ക് വളരെ ഫാസ്റ്റായിട്ട് മനസ്സിലായി, വളരെ ഈസി ആയിട്ട്. തന്നെയല്ല അതിലും വലിയൊരു ഷോർട്ട് കട്ട് സമയമില്ലെങ്കിൽ അതും കിട്ടിയത് എനിക്ക് വളരെ അനുഭവമായി മാറി. തന്നെയല്ല ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% ഞാൻ വിശ്വസിക്കുന്നു. അത് കുറേയൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിലും എനിക്ക് അനുഭവമായിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി, ബ്രദറിന് പ്രത്യേകം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഷോർട്ടായിട്ട് പറഞ്ഞത്. എനിക്ക് ബ്രദർ ഇവിടെ നിന്ന് ഓരോ വചനം പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര ജ്വലനമായിരുന്നു. അതുപോലെ പുതിയ ഭാഷാപരം കിട്ടി, അതുപോലെ രോഗസൗഖ്യം കിട്ടി. എനിക്ക് ഇത് ക്ലാസ് തീർന്നു പോകരുതേ എന്ന് ഞാൻ ലൂസ് ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി, നമ്മൾ സാധാരണ ധ്യാനത്തിനൊക്കെ പോയിരിക്കുമ്പോൾ അടുത്ത് ഇത് കഴിഞ്ഞ് ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് ഓർക്കുമായിരുന്നു. ഇതിപ്പോൾ കഴിയാതെ ഇരുന്നെങ്കിൽ എന്ന് ഓർക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഭയങ്കര അഭിഷേകമായിരുന്നു. ദൈവത്തിന് നന്ദി, മഹത്വം. സാറിനും നന്ദി. ഇയാൾക്കൊരു സ്പെഷ്യൽ ചാൻസ്, ഒരു വരി പാട്ട് പാടാൻ. ഒരു വരി, ഓക്കെ? ഒരു വാക്ക് മതിയേ. ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. സദാദിവൻ വിശ്വസിച്ചൊരു വാക്ക്, കുർബാനയിലേറ്റുപാടും വാക്ക്. ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. ഞാൻ ബ്രദറിൻ്റെ ഒരു 1050 ക്ലാസ്സായി കൂടണത്. ഈ 1050 എന്ന് പറയുമ്പോൾ ഞാനൊരു 4 പ്രാവശ്യമെങ്കിലും കേൾക്കും പകലി. അത്ര അഡിക്റ്റായിപ്പോയി. 6 വർഷമായി ഞാൻ കൂടുന്നത്. അപ്പോൾ ഈ ഉറക്കത്തിലും ഉണർവിലും ഇവിടുത്തെ കാര്യം ഉറക്കത്തിലും ഉണർവിലും എൻ്റെ പ്രാർത്ഥന ഇതാണ്: ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലുള്ള സകലം ഇന്ന് ഇവിടെ കിട്ടിയതും അത് തന്നെയാണ്. ഈ ലോകത്തിലെ സകല മക്കളും, അവിടെ ആണില്ല, പെണ്ണില്ല, ജാതിയില്ല, മതമില്ല, എല്ലാം ഈശോയുടെ മക്കളാണ്. ആരിലും ഒരു കുറവ് കാണാൻ പറ്റില്ല. എല്ലാം ഈശോയുടെ ശരീരത്തിലെ അവയവമാണ്. ആ ഒരു വലിയ ബോധ്യം ഒന്നും കൂടി ഇറക്കിയിട്ട് ഉറപ്പിച്ച് പ്രൈസ് ദി ലോർഡ്.
ലേഡീസ് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ലേഡീസിന് മാത്രം അവസരം കൊടുത്തേക്കുന്നത്. അടുത്ത സഹോദരന്മാർ വരണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വിശ്വാസം കുറച്ചും കൂടി ആഴപ്പെടാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായി. പിന്നെ പ്രവചനപരം നന്നായിട്ട് തുറന്നു കിട്ടി. വരങ്ങളെല്ലാം കുറച്ചും കൂടി ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ശുശ്രൂഷയ്ക്ക് കുറേ കൂടി ശുശ്രൂഷയിൽ വളരാൻ തക്കവിധം വരങ്ങൾ വളർന്ന ഒരനുഭവം എനിക്കുണ്ടായി. തന്നെയല്ല, ഒരു വിശുദ്ധീകരണം എന്നിൽ തന്നെ ഒരു വിശുദ്ധീകരണം, ഒരു ആന്തരിക വിശുദ്ധീകരണം നടന്ന ഒരനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി, ബ്രദറിന് നന്ദി. സഹോദരന്മാരാരെങ്കിലും വരും? ഓക്കെ, കുഴപ്പമില്ല. എല്ലാം യൂട്യൂബിൽ വരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പുതിയ ഭാഷാവരം കിട്ടി, രോഗസൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ കുറവുകൾ കുറേ ഗ്രൂപ്പിലിരുന്നപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അനുദപിക്കാനുള്ള കൃപ കിട്ടി. പിന്നെ എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ജീവിക്കുന്നു. ആത്മാവിൽ നിന്നുള്ള ശക്തി കൊണ്ടാണ് ശരീരവും മനസ്സും ജീവിക്കുന്നത് എന്നുള്ള ഒരു പുതിയ അറിവ് ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെയുള്ള മുത്തുകൾ എടുത്ത് പറയാം. വാ ഡാനിയൽ, ഇതൊന്ന് കുത്തട്ടെ. ഒരുപാട് ഒച്ചെടുക്കരുത് കേട്ടോ. ഒരുപാട് ഒച്ചരും പറയരുത്, ഒരുപാട് നീട്ടിയും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ബ്രദറിൻ്റെ ധ്യാനം ആദ്യമായിട്ടാണ് ഇവിടെ കൂടുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ ചെയ്യണമെന്നൊരു വരം കിട്ടി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആദ്യം കയറുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ, ആമേൻ. ആത്മാവിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കാനായിട്ടും വചനം പറയുവാനായിട്ടും ഒരു കൃപ കിട്ടി. 1 കൊറിന്തോസ് 6:20. നിങ്ങളെല്ലാവരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആയതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 1 കൊറിന്തോസ് 7:23. അതിൻ്റെ വചനമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആയതിനാൽ നിങ്ങൾ മനുഷ്യരുടെ അടിമ ആകരുത്. ഭയങ്ങളെല്ലാം മാറി. നിയമാർത്ഥന 28:7. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. സങ്കീർത്തന 108:13. ഇവിടെ കിട്ടിയത് പിന്നെ വചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അത് 73 പുസ്തകം ആണ് ബൈബിള്. 1334 അധ്യായം, 35,471 വചനം. മധ്യസ്ഥ പ്രാർത്ഥന വരം നല്ലതുപോലെ കിട്ടി. പിന്നെ ആത്മാക്കളെ വിവേചിച്ച് അറിയാനുള്ള ഒരു വരം ഈ ധ്യാനത്തിലൂടെ കർത്താവ് തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റാഫേൽ. ഞാൻ പൂനമ സബ്സോണിനാണ് വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു 2 വർഷത്തിന് മുമ്പ് ബ്രദറിൻ്റെ ധ്യാനം കൂടിയ സമയത്ത് ഈ പേഴ്സണൽ പ്രേയറിനെ പറ്റിയുള്ള ആ ലീഫ്ലെറ്റ് എനിക്ക് കിട്ടി, പിന്നെ എല്ലാവർക്കും തന്നിട്ടുണ്ടായി. അപ്പം അത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ശുശ്രൂഷ മേഖലകളിലും
നമ്മുടെ എല്ലാ പെർഫോമൻസിലും നമ്മുടെ ജീവിതത്തിലും വലിയൊരു ചേഞ്ച് ഉണ്ടായി, പോസിറ്റീവ് ചേഞ്ച്. കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവത്തോടുകൂടി ചേർന്ന് നിൽക്കാനുള്ള കൃപ കിട്ടി. പ്രത്യേകിച്ച് ആദ്യമൊക്കെ ഒരു 4 മണി 4:30 എണീക്കുന്നത് ഭയങ്കര വിഷമമായിട്ട് തോന്നിയിരുന്നത്. പക്ഷേ ഇതിലൂടെ ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ റെഗുലറായിട്ട് ഈ 2 വർഷമായിട്ട് തന്നെ 4:30 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല നമ്മൾ കൃപയിലും പ്രത്യേകിച്ച് എല്ലാവരും തന്നെ ശുശ്രൂഷകയിൽ ഉള്ളവരാണ്. കൂടുതൽ വളരാനും ഈ കൃപകളാലും വരങ്ങളാലും നിറയാൻ വേണ്ടി ഈ പ്രാർത്ഥന വളരെ സഹായിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ അതിൽ കൂടുതൽ ശക്തിപ്പെട്ട് എന്ന് ഞാൻ പറയുന്നു. ബ്രദറിനും കർത്താവിനും നന്ദി പറഞ്ഞു. താങ്ക് യു. ഹല്ലേലൂയ. ബ്രദറിൻ്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ 3 ദിവസം അടുപ്പിച്ചുള്ള ക്ലാസ്സിൻ്റെ അറ്റൻഡ് ചെയ്യുന്നത്. കാര്യം യൂട്യൂബിലൂടെ പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് ഒരു പ്രത്യേകത തോന്നിയത് ഈ CCCയും ബൈബിളും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇത്ര വളരെ വിദഗ്ധമായ രീതിയിൽ ക്ലാസ്സുകാർക്ക് ഞാൻ വേറെ കേട്ടിട്ടില്ല. കാര്യം ചില പോയിന്റുകൾ വെച്ചിട്ട് ഇങ്ങനെ റെഫർ ചെയ്യുന്നതല്ലാതെ ഇത്രയ്ക്ക് ഇത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് അത് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, യേശു, ജ്ഞാനവും വചനവും, അത് തീർച്ചയായിട്ടും അത് ഒരു പുതിയ അറിവായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് കയ്യിൽ കിട്ടിയത്. എന്തായാലും എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി. താങ്ക്സ്. സ്നേഹപിതാവായ ദൈവത്തിന് സ്തുതി, പ്രണയിച്ചേക്ക് നന്ദി, പരിശുദ്ധാത്മാവിന് സ്തുതി. ഇവിടെ ഞാൻ വന്നത് ഒത്തിരി എനിക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് നയിച്ചത് ഈ മതബോധന ഗ്രന്ഥം ഞാൻ വാങ്ങിക്കാൻ സെൻറ്റ് പോൾസിൽ പോയി മേടിച്ച് ബ്രദറിൻ്റെ ടോക്കുകൾ കേട്ടതിലൂടെ. അപ്പോൾ അത് പഠിക്കാനും ദൈവവചനമായിട്ട് ടച്ച് ചെയ്യാനും എല്ലാം ആത്മാവിലിരുത്തി നമ്മളെ പഠിപ്പിക്കാൻ ബലി എന്താണെന്ന്, സ്വർഗസ്നായ പിതാവിൻ്റെ ആഴം എന്താ, വിശ്വാസ പ്രമാണത്തിൻ്റെ ആഴം എന്താ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വലിയ ആത്മീയ പിതാവിനെ തന്നതിന് ഈ ദൈവജനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒത്തിരി നന്ദി. അടുത്ത ആളുടെ മുമ്പിൽ വന്നിരിക്കാം. ഞാൻ ബ്രദറിൻ്റെ ധ്യാനം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിൽ കുറച്ച് നാളായി ഞാൻ ഇതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വളർച്ചാ ധ്യാനം കൂടണമെന്നാണ് ആഗ്രഹിച്ച് പല ധ്യാന സെൻറ്ററിലും ഞാൻ എന്നാണെന്നൊക്കെ നോക്കിയിട്ടും എങ്ങും കിട്ടില്ല. അപ്പോഴാണ് ഇവിടെ എനിക്ക് ഇവിടെ ഒരു വിളി വന്നത്, മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് രോഗശാന്തി വരെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ അത് നടത്തുമ്പോൾ രോഗശാന്തി ആ ശുശ്രൂഷ നടത്തി കഴിഞ്ഞിട്ട് ആരും ഇങ്ങനെ വന്ന് സാക്ഷ്യം പറയുന്നില്ല, ഒരാളും വന്ന് ഇങ്ങനെ പറയുന്നില്ല. അപ്പോൾ എനിക്ക് സംശയം, വളരെ അപൂർവം ആൾക്കാർ. ഞാൻ ഈ കൂട്ടായ്മയിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന കരിസ്മാറ്റിക്കിൻ്റെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ആരും വരുന്നില്ല ഇങ്ങനെ വരുമ്പോൾ. പക്ഷേ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് മാറിയെന്നൊക്കെ. പിന്നെ നാളുകൾക്ക് ശേഷമാണ് അവർ വന്ന് പറഞ്ഞാൽ അതെന്നെ അന്ന് തന്നെ മാറിയില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സെടുത്ത് ഞാൻ ഈ രോഗശാന്തി ശുശ്രൂഷ ഒരാൾക്കും ചെയ്യാതെ അത് നിർത്തി. പക്ഷേ ഇന്ന് എന്നോട് പറഞ്ഞ് അത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് അറിയണ്ടേ ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ അത് എൻ്റെ ഫലം കിട്ടിയെന്ന് എനിക്കറിയണ്ടേ. ദൈവത്തിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഇല്ല. അത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നിന്നോട് പ്രാർത്ഥന ചോദിച്ചാൽ 2 പേർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ നിന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ വിളിച്ചു ചോദിച്ചവരെ
വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഇതെങ്ങനെ മാറിയാ വേദന മാറിയാന്ന് പറഞ്ഞാൽ അത് ഇന്ന് കാലത്ത് വരെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് രണ്ടാമത് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അനുഭവം ഇവിടെ വന്നു. പിന്നെ അതുകൂടെ മധ്യസ്ഥ പ്രാർത്ഥന, ഞാൻ ഒത്തിരി പ്രാർത്ഥനകൾ കൊണ്ട് ഇപ്പോൾ കോട്ടയിലൊക്കെ പോകുന്നവനാണ്, കരസ്മാറ്റിക്കിൻ്റെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നതാണ്. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്, അത് എങ്ങനെയാണ് എന്നെനിക്ക് ഈ ഇവിടുത്തെ ക്ലാസ്സോടുകൂടി കിട്ടി. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, ദൈവിക സ്വരം കേൾക്കാൻ എനിക്ക് ഈ ധ്യാനത്തിലൂടെ സാധിച്ചു. കാര്യം മറ്റേത് അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബോധ്യം വരും, ആ ബോധ്യം നമ്മൾ വിവേചിച്ചൊന്ന് പറയും, വിവേചനപരമുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു സാധനം. പിന്നെ അതുപോലെ ബൈബിൾ തുറക്കുമ്പോൾ ബൈബിൾ തുറന്നിട്ട് ആ വചനം വിവേചിച്ച് പറയും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എന്താണ്, ഇപ്പോൾ ഇന്നത് ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇത് വന്നപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, സഭയ്ക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് വെളിപ്പെടുത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോഴും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ ഒരു അനുഭവം, ഒരു നല്ലൊരു അനുഭവം എനിക്ക് എന്നെ സംബന്ധിച്ച് കരസ്മാറ്റിക്കിൻ്റെ ശുശ്രൂഷ നടക്കുന്ന കാരണം ഒത്തിരി ഒരു ഇതാണ് ഈ ധ്യാനത്തിലൂടെ കിട്ടിയിട്ട്. അതിന് കർത്താവ് എന്നെ ഇവിടെ ഒരുക്കിയതിന് ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. അതുപോലെ എന്നെ ഇതിവിടെ ഈ ജ്ഞാനം എനിക്ക് ബ്രദറിലൂടെ എനിക്ക് കിട്ടി, കർത്താവ് ബ്രദറിലൂടെ എനിക്ക് തന്നു, അതിന് നന്ദി. ഇത് വേണം. ഒരു സെക്കൻഡ് നമുക്ക് എല്ലാവരും കൂടി ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി ഭർത്താവ് വരും. ഇപ്പോൾ ഈ സഹോദരിക്ക് കാലിന് ശക്തമായ മുട്ടുവേദന. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവളെ കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷേ പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. കാലിന് ശക്തമായ മുട്ടുവേദന, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. എല്ലാവരും കരമുയർത്തി ഈശോയെ നന്ദി. ഈ മകളുടെ കാലിൻ്റെ മുട്ടുവേദന ഈശോയെ ഈ നിമിഷത്തിൽ അങ്ങ് ഇതെടുത്ത് മാറ്റണേ. In the name of Jesus, in the name of Jesus, I command all these evil afflictions to leave her. ഈ മുട്ടുവേദന ഈ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യമാകട്ടെ. തൽക്ഷണം അവൻ സൗഖ്യപ്പെട്ടു, തൽക്ഷണം അവൻ സൗഖ്യപ്പെട്ടു, തൽക്ഷണം രോഗശാന്തി ഉണ്ടാകും. In the name of Jesus, be healed. ഓക്കെ, എന്നപ്പോൾ ചെറുതായിട്ടുള്ളൂ. ഓക്കെ, ഒന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തണം. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, be healed. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ ആർക്കോ 2-3 പേർക്ക് മുട്ടുവേദനയ്ക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. 2-3 പേർക്ക്, അവിടുത്തെ കരമുയർത്തി 2-3 പേർക്ക് മുട്ടുവേദനയ്ക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ഒന്ന് കൈവീശി കാണിച്ച്. ഇതുണ്ട്, 1 2 3 4 സൗഖ്യം കിട്ടിയോ? ഇത് കാണിച്ചേ. കാലും വേദനയുണ്ടോ? ഇപ്പോൾ അവിടെ വേദനയുണ്ടോ? ഇപ്പം നോക്കിയൊന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ഇപ്പം ഒരുവിധം മാറിയേ. ഓക്കെ, ഗോഡ് ബ്ലെസ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓക്കെ ഓക്കെ ഇരിക്കാം. ഇനി അടുത്ത ആൾ വരാം. ഗോഡ് ബ്ലെസ്. എനിക്കറിയാം നിങ്ങൾ വീട്ടിൽ പോകണോണ്ട് ഞാൻ വിളിച്ചത്. ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാനും പാടില്ല. പിടിച്ചോ, നാളെ വരുമോ? അതുകൊണ്ട് ഇന്ന് എൻ്റെ പേര് മറിയം. ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭാഷാവനം കിട്ടുമ്പോൾ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും ഭാഷാവനം കിട്ടിയിട്ടേ ഇല്ല. പക്ഷേ ഇന്നലത്തെ പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഭാഷാവനം എനിക്ക് ദൈവം തന്നു. അത് എനിക്ക് തന്ന ദൈവത്തിന് എന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് കൊടാനോട് നന്ദി പറയുന്നു. ഇങ്ങനൊരു ജ്ഞാനം തോമസ് കോട്ടത്തിലൂടെ നമുക്ക് തന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു.
വേറെ എന്തെങ്കിലും പുതിയ ബോധ്യം എന്താ കിട്ടിയ പുതിയ ബോധ്യം? മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇതാണ് സഭയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും അങ്ങനെ കൊച്ചു ദേശീയ പുണ്യവതിയുടെ ഇത് ഭയങ്കരമായിട്ട് ആത്മാക്കളെ നേടണം എന്നുള്ള ബോധ്യമാണ് കൂടുതൽ എനിക്ക് ലഭിച്ചത്. അതിന് ശരിക്കും നന്ദി പറയുന്നു. കൊച്ചു ദേശീയ പുണ്യവതിയുടെ പുസ്തകം വായിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത എൻ്റെ പേര് ബാബു, വൈക്കത്തുനിന്ന് വരുന്ന രോഗശാന്തി ശുശ്രൂഷ നടത്തിയപ്പോൾ നെഞ്ചുവേദനയുടെ കാര്യം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ ആൾ തന്നെയാണ്. എനിക്ക് ഈ ധ്യാനം കൂടിയപ്പോൾ, ഞാൻ ഈ ധ്യാനത്തിന് ആദ്യത്തെ ദിവസം വന്നപ്പോൾ, ഗ്രൂപ്പിൽ വന്നപ്പോൾ വരങ്ങളൊന്നും വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഇരുന്ന ഗ്രൂപ്പിലോട് പറഞ്ഞു, എനിക്ക് വരങ്ങളൊന്നും വെളിപ്പെട്ട് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനവിടെ ഇരുന്നു. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് കൂടിയപ്പോൾ അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, വരങ്ങളുണ്ട്, അതൊന്ന് തുറന്നു കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ തുറക്കാതെ അവിടെ ഇരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ആ ഗ്രൂപ്പിൽ വെച്ച് ബ്രദർ ഇവിടെ പ്രവചനത്തിന് വേണ്ടിയാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് കൂടിയത്. അപ്പോൾ പ്രവചന വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഇവിടെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഇതാ വന്നു എന്ന് പറഞ്ഞ് ആദ്യം പ്രവചിച്ചത് ഞാനാണ്. അവിടെ നിന്ന് ബ്രദർ പറഞ്ഞില്ല, ഇതാ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടിയെന്ന് ഒച്ച വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആ പ്രവചനവരം തുറന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തിരുന്നു. ഇപ്പം ആ സംഖ്യയുടെ പുസ്തകത്തിലെ ആ വചനമുണ്ടല്ലോ, 10-ാം അധ്യായത്തിലല്ലേ, അവരും ഇനി മോശ പറഞ്ഞു, എന്നെ പ്രതി നീ എന്തിനാ അസൂയപ്പെടുന്നു? എല്ലാവരും പ്രവാചകരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ഉള്ള എല്ലാവരെയും പോലെ ഞാനും ഒരു പ്രവാചകനായി. രണ്ടാമത്തുള്ള കാര്യം, യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് വേണം ഓടാൻ എന്നുള്ള വചനം നമ്മൾ പലരെയും മാതൃകയാക്കി പോകാറുണ്ട്. ആ അച്ഛൻ, ഈ അച്ഛൻ, ഈ ബ്രദർ, ആ ബ്രദർ, ഇങ്ങേ അച്ഛൻ തോമസ് പോൾ ബ്രദർ എന്ന് പറയും. ഓരോ ധ്യാനം കൂടുമ്പോഴും ആ ധ്യാനമാണ് വലുത്, ആ ലീഡറാണ് വലുതെന്ന് പറഞ്ഞ് ആ ലീഡറിൻ്റെ ചെറിയ പുസ്തകങ്ങളും പ്രബോധനങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ഓടും. പക്ഷെ തോമസ് പോൾ ബ്രദർ പറഞ്ഞത് ഈശോയുടെ വചനമാണ് പറഞ്ഞത്. തോമസ് പോൾ ബ്രദറല്ല, പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചത്, വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയെത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കൊണ്ട് വേണം നിങ്ങൾ ഓടാൻ. അതിന് പറഞ്ഞു, മുന്നേ ഓടിയവരെ കുറിച്ച് പറഞ്ഞു. അബ്രാഹാം ഓടി, മോശ ഓടി, അവരൊന്നും വാഗ്ദാനം പ്രാപിച്ചില്ല. എന്നാൽ വാഗ്ദാനം പ്രാപിച്ച നമ്മളാണ്. രണ്ടാമത് സ്ട്രൈക്ക് ചെയ്ത കാര്യം, നമ്മൾ സ്ത്രീകൾക്ക് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവരില്ല. എന്നാൽ ദൈവരാജ്യത്തിലെ ചെറിയവൻ സ്നാപയോഹനേക്കാൾ വലിയവനാണ്. അതിന്റെ കാരണം ബ്രദർ പറഞ്ഞു. കാരണം ഇതാണ്, സ്നാപയോഹനാനും പൂർവ്വപ്രവാചകന്മാരും യേശുവിനെ സ്നാപകൻ കണ്ടു, മറ്റു പ്രവാചകന്മാർ കണ്ടില്ല. എന്നാൽ സ്നാപകൻ യേശുവിനെ യേശുവിന്റെ ശരീരം ഭക്ഷിക്കാനോ യേശുവിന്റെ രക്തം പാനം ചെയ്യാനോ സാധിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കാനും യേശു രക്തം പാനം ചെയ്യുവാനും മറ്റൊരു ക്രിസ്തു ആകാനും ക്രിസ്തുവിന്റെ മഹത്വീകരണത്തിൽ പങ്കുകാരാകാനുള്ള കൃപ ലഭിച്ചതുകൊണ്ട് നാം സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള ജനതയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി. കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്ന ബ്രദറിന്റെ വചനത്തിലൂടെ അത് മനസ്സിലാക്കി തന്ന പരിശുദ്ധാത്മാവിലൂടെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റെജി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ ധ്യാനത്തിലൂടെ ഏറ്റവും അധികമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, എത്ര ഡീപ്പായിട്ട് നമ്മൾ വിശദീകരണ പ്രാർത്ഥന ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉയരാൻ പറ്റും, വരദാനങ്ങൾ നമ്മൾ ജ്വലിക്കുമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി. പിന്നെ അതുകൂടാതെ ഞാൻ ഒത്തിരി രോഗമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഈ വരദാനങ്ങളെ ക്ലാസ് തുടങ്ങി നമ്മളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ആദ്യത്തെ ഗ്രൂപ്പിൽ വന്നപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് കൂടിയപ്പോൾ ഭയങ്കര ചുരുങ്ങി ഒരു പേടി, അസ്വസ്ഥതയൊക്കെ തോന്നി ഷെയർ ചെയ്യാൻ. രണ്ടാമത്തെ ഗ്രൂപ്പായപ്പോഴത്തേനും അതിങ്ങനെ വിടർന്നു വന്നു, റോസപ്പൂ വിടരുന്ന മാതിരി വിടർന്നു, കുറച്ചും കൂടെ ഒരു സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാവരുമായി. മൂന്നാമത്തെ ഗ്രൂപ്പായപ്പോഴത്തേനും നല്ലപോലെ എല്ലാവരും ഒരു സഹോദരന്മാരെ പോലെ സ്നേഹത്തിൽ, ആരും അന്യരല്ല, എല്ലാവരും സ്വന്തക്കാരാണെന്നുള്ള ചിന്തയോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുവാനും ഷെയർ ചെയ്യാനുള്ള ഒരു കൃപ കിട്ടി. അപ്പോൾ അതൊരു ഭയങ്കര സ്നേഹാനുഭവമായിരുന്നു. അതുകൂടാതെ ഇപ്പം നാലാമത്തെ ഗ്രൂപ്പ് കൂടിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ
ശക്തി എത്രമാത്രം, ഭയങ്കര വിശാലത, ഹൃദയം ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ വികസിച്ച് ലോകം മുഴുവൻ വ്യാപിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം നമ്മുടെ രോഗവും നമ്മുടെ അവസ്ഥകളൊന്നും അല്ല, ലോകത്തിലുള്ള മക്കളെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലത്തെ ഒരു അനുഭവം, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു അനുഭവവും വിശാലതയും ഹൃദയത്തിലുണ്ടായ ഒരു അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടു. ഒത്തിരി നന്ദിയുണ്ട് ഈ ധ്യാനം കൂടാൻ പറ്റിയത്. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട തോമസ് ബ്രദറുടെ ക്ലാസ് കൂടുന്നത്, ധ്യാനം കൂടുന്നത്. ഞാൻ ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരെ കരഞ്ഞുകൊണ്ടാണ് വന്നത്. എൻ്റെ രണ്ട് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ട് വരാണ്. എൻ്റെ മകളുടെ കുട്ടിക്ക് ഒരു രോഗമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ബ്രദറെ എനിക്ക് വേണ്ടിയാണോ ദൈവം ഈ പറഞ്ഞത്, എങ്ങനെയാണെന്ന് ദൈവമേന്ന്. അപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ കരഞ്ഞു. പിന്നെ ഈ ഇന്നലെ അതിന് ശേഷം കരഞ്ഞിട്ടില്ല, ഇന്നും കരഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈശോ ശിഷ്യന്മാരെ അയച്ചു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രഘോഷിക്കുകയും പിശാചുകളെ ഉപേക്ഷിക്കുകയും എന്നൊക്കെ. ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിലോ പോകണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ചോദിക്കുമ്പോൾ അറിയാത്ത മാതിരി ഇരിക്കും, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുന്നത് മറ്റുള്ള ചോദിക്കുമ്പോൾ ഒന്നും ഞാൻ പറയില്ല, ഒതുങ്ങി മൂടിയിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ക്ലാസ് കേട്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, ഞാൻ വിശ്വസിച്ചു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എവിടെയും സുവിശേഷം പ്രഘോഷണം ഉണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിട്ട് സുവിശേഷം പ്രഘോഷിക്കുമെന്ന് ഈശോയുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിപ്പോൾ പൂർത്തിയായി ഇല്ലേ? അതിപ്പോൾ പൂർത്തിയായി. സിസ്റ്റർമാരാരെങ്കിലും ഒന്നും പറഞ്ഞാൽ നന്നായിരുന്നു. സിസ്റ്റർമാരെ ഒന്ന് ഒരുങ്ങി വായോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആളായിരിക്കുമെന്ന് തോന്നുന്നു. 79 വയസ്സ് ഇവിടെ പറഞ്ഞത് മാതിരി. ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ബ്രദറിൻ്റെ എല്ലാ ക്ലാസ്സുകളും കൂടി ഇവിടെ വന്നിരിക്കുന്നത് ഈ 79കാരന് ഇനി സമയമുണ്ടെങ്കിൽ ദൈവത്തിന് കർത്താവിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം, മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊരു മാർഗനിർദ്ദേശം കിട്ടാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇന്ന് കിട്ടിയ ഒന്നോടെ പറഞ്ഞോട്ടെ, വിശുദ്ധ കുർബാനയും ബൈബിളും എന്ന് മനസ്സിലാക്കിയത് ഞാൻ ബ്രദറിൻ്റെ അടുത്തു നിന്നാണ് വളർന്നതും. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം ഇനി ഒത്തിരി വളരാനുണ്ട്. ഇന്ന് എനിക്ക് കിട്ടിയത് ആ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം ഞാൻ പുതിയതായിട്ടാണ് ബ്രദർ ഇന്ന് കേൾക്കുന്നത്. ഈശോ പ്രാർത്ഥിക്കുന്നു എന്നറിയാം, ആ കാര്യം നേരത്തെ ആരോ പറഞ്ഞതുമാതിരി ആ കാര്യം ഇന്നാണ് എനിക്കത് കിട്ടിയത്. പിന്നെ എനിക്ക് ഇന്നത്തെ ആ ഗ്രൂപ്പ് ഇതിൽ ഈ വ്യാഖ്യാനവരം കിട്ടിയതായിട്ട് ചെറിയൊരു സംശയം എനിക്കുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. നന്ദി. സിസ്റ്റർമാരെ, പുണ്യവതിയുടെ മക്കളാണേ. രണ്ടുപേരും പോരെ ഒരാളെയും വന്നത് നഷ്ടമായില്ല എന്ന് തോന്നി. പിന്നെ ബ്രദർ തോമസ് പോളിൻ്റെ പേര് എല്ലാവർക്കും ഭയങ്കര പ്രസിദ്ധമാണ്. പിന്നെ ആ നോട്ടീസിൽ 3 പേരുടെ പേര് കണ്ടു. പക്ഷേ തോമസ് പോൾ ബ്രദറിൻ്റെ പേര് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ക്ലാസ് CTC സിസ്റ്റേഴ്സിൽ 450ഓളം പേര് ധ്യാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. ക്ലാസ്സുകൾ ശരിക്കും ജ്വലിക്കുകയായിരുന്നു, ഒത്തിരി സന്തോഷം. പിന്നെ ചാടിക്കൊണ്ടൊക്കെ പ്രസംഗിക്കുന്നതും പിന്നെ ഫിൽ മീ ലവ് വിത്ത് ജോയ് അങ്ങനെയുള്ള പ്രേയേഴ്സൊക്കെ എനിക്ക് ഒത്തിരി ഇൻസ്പയർഡ് ആയിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. കുറേ നല്ല കാര്യങ്ങൾ ഗ്രൂപ്പിലൂടെയും എനിക്ക് ലഭിച്ചു. ദൈവത്തിന് നന്ദി. ഇങ്ങനൊരു ക്ലാസ് കൂടുവാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ 2 ദിവസം കൊണ്ട് ഒത്തിരിയേറെ നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. അവിടെ നിന്ന് പോന്നപ്പോൾ ഞങ്ങളുടെ നേരത്തെ പ്രൊവിൻഷ്യലായിരുന്ന മദർ പറഞ്ഞു,
തോമസ് പോൾ സാറിൻ്റെ ധ്യാനം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരിയേറെ അനുഭവമുള്ള ഒരു ധ്യാനമായിരുന്നു. ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നടത്തിയിട്ടുണ്ട്. ഒത്തിരി ബ്രദർ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ആ മദർ പറയുമായിരുന്നു ഒത്തിരി നല്ല ധ്യാനമായിരുന്നു. അപ്പോൾ എനിക്കും സന്തോഷമായി. ഞാനും ആദ്യമായിട്ടാണ് കൂടുന്നത്, ദൈവം ഒരുക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഗ്രൂപ്പിലൂടെയൊക്കെ നേരത്തെ ഭാഷാപരവും രോഗശാന്തിപരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രവചനപരത്തെ പറ്റിയൊക്കെ ബ്രദർ പറഞ്ഞു, ഒന്ന് തലയിൽ കൈവച്ചപ്പോഴും കുറേ പ്രാർത്ഥന വിളിച്ചല്ലേ. അതുപോലെ ഗ്രൂപ്പിലൂടെ ഡിസ്കഷനിലൂടെയും വർക്ക്ഷോപ്പിലൂടെയൊക്കെ നമുക്ക് ഓരോരുത്തർ പറയുമ്പോഴും അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഈ പരിശുദ്ധാത്മാവ്, ബ്രദർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഓൾറെഡി നമുക്കുണ്ട്. അതിനെ ഉണർത്തിക്കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി പ്രാവർത്തികമാക്കാനുള്ള ഒരു ചങ്കൂറ്റം ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലും കണ്ടായിരുന്നു. അവർ പറയുന്നത് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അത് അവർക്ക് ശരിയുമായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുപോലെ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, സത്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ ബ്രദറിൻ്റെ നല്ല ചാട്ടും ചുറുചുറുക്കും അഭിഷേകം, ബ്രദറിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ പാട്ട് പാടുമ്പോഴും ഒക്കെ അഭിഷേകം നിറഞ്ഞു ബ്രദറിൽ തന്നെ ഒരു ദൈവിക വലയം ചെയ്തിരിക്കുന്നത് അനുഭവപ്പെട്ടു. വചനമൊക്കെ ഇവിടെ വായിക്കുന്ന സമയത്താണെങ്കിലും ദാഹം, യേശുവിനെ പറ്റിയൊക്കെയുള്ള വചനം, പിതാവ് പുത്രൻ, ആ കൈയടിച്ചൊക്കെ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലത് മായാതെ നിൽക്കും. വചനവും പരിശുദ്ധാത്മാവും, അപ്പം രണ്ടും അതൊക്കെ നമ്മുടെ മനസ്സിൽ മായണത്. അതുപോലെ ഉണ്ണീശോയെ കാണിച്ചു തന്നുകൊണ്ട് മനുഷ്യാവതാരത്തെ ഇനി നമുക്ക് ആരോടും ഈ മനുഷ്യാവതാരത്തെ പറ്റി പറയാൻ, ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കും. അതിനൊത്തിരി ഏറെ നല്ല പ്രചോദനമായ നോളജ് ഈ ദിവസങ്ങളിലൂടെ ലഭിച്ചു. ബ്രദറിനെ ഇനിയും ദൈവം സമർത്ഥമായി അനേക ആയിരങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ് പ്രവർത്തിക്കുവാനും ബ്രദറിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ബ്രദർ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഞാൻ ആദ്യമായിട്ടാണ് തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടുന്നത്. ഒത്തിരി വർഷമായിട്ട് കൂടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് അവിടെ ഞങ്ങളുടെ അടുത്ത് ചെത്തിമറ്റത്തൊക്കെ വന്നായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞപ്പം വന്ന് കഴിഞ്ഞു പോയായിരുന്നു. ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. അപ്പം ബ്രദർ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞു. അപ്പം പെട്ടെന്ന് ഓടിപ്പോന്നു. എനിക്ക് വലിയ അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സ്വരം കേൾക്കുന്നത്. ഒരു ചേട്ടന് വേണ്ടി ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചപ്പം ശരിക്കും ഇങ്ങനെ ഞൊട്ടുന്ന സ്വരം കേട്ടു. അപ്പം ചേട്ടനോട് പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു അത് വണ്ടി തമ്മിൽ തർക്കം വന്നപ്പം ചേട്ടൻ ഇങ്ങനെ ഞൊട്ടിക്കൊണ്ട് വെല്ലുവിളിച്ചതാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു എല്ലാ ഗ്രൂപ്പിലും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രവചനം എനിക്ക് കിട്ടി. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. കുറച്ചും കൂടെ ഒരു ദൈവസ്നേഹത്തിൽ വളർന്നു. ഈശോയെ കൂടുതൽ സ്നേഹിക്കണമെന്നും ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം അതിലെനിക്ക് കുറച്ചും കൂടെ വളർച്ച കിട്ടി. ഇനി കൂടുതൽ അതുപോലെ യേശുവിൻ്റെ നാമം ഇപ്പം നമ്മൾ എല്ലാവരും തമ്പുരാൻ എന്നുള്ള ഒരു പദത്തിലേക്ക് യേശുവിൻ്റെ നാമത്തെ കൊണ്ടുപോകുന്നു. ഞാൻ പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ തമ്പുരാക്കന്മാരുടെ നാടാണ്. അപ്പോൾ എനിക്ക് ഈ തമ്പുരാൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പം ഈശോ വളരെ അങ്ങ് കുറഞ്ഞു പോയില്ലേ എന്നുള്ള ഒരു വേദനയുള്ള ആളാണ്. അപ്പം ഞാൻ എപ്പോഴും വൈദികരും സമർപ്പിതരും ഭജനപ്രഘോഷകരും ഒക്കെ യേശുവിൻ്റെ നാമം അറ്റ്ലീസ്റ്റ് യേശു തമ്പുരാൻ ഈശോ തമ്പുരാൻ എന്നൊന്ന് പറയണം എന്നതിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈശോയെ എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല. അപ്പം ഈശോയെ കുറച്ചും കൂടെ ഒന്ന് നാളത്തെ ധ്യാനത്തിൽ
കുറച്ചും കൂടി ഒന്ന് അനുഭവിക്കാൻ പറ്റണം, ഈശോയെ ഒന്ന് കാണാൻ പറ്റണം, കുറച്ചുകൂടി ഒന്ന് ആത്മശക്തി കിട്ടണം എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയോടെ ഈ ധ്യാനത്തിന് വരാൻ പറ്റിയതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി, ബ്രദറിനും നന്ദി. നമ്മൾക്ക് ഇനി അധികം സമയമില്ല, 1-2 സാക്ഷ്യം കഴിഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. ഞാൻ 1 വർഷത്തിൽ കൂടുതലായിട്ട് രോഗമായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ ആഗ്രഹിച്ചില്ല. ഇങ്ങരുടെ അനിയൻ വർഗീസ് പോളിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ എത്തിയത്. ഏതായാലും 2 കൽപ്പിച്ച് രാവിലെ ഞാൻ 5 തരം മരുന്ന്, 5 സൈസ് മരുന്ന് രാവിലെ കഴിക്കണം. അരമണിക്കൂർ ഇടവിട്ട് ഹോമിയോ മരുന്ന് ആയതുകൊണ്ട് ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട്, അതിനുശേഷം രാത്രി 6 തരം മരുന്ന് കഴിക്കണം. ഏതായാലും ഞാൻ ഒന്നും എടുത്തില്ല. എനിക്ക് ഒത്തിരി തരം രോഗങ്ങളുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് നെഞ്ചിന് വേദനയും പുറത്ത് വിലക്കോണ്ടായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ECG എടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നമാണ്, മരുന്ന് കഴിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അതിൽ ഹോമിയോ മരുന്നായിട്ട് ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കേണ്ടി വരുന്നില്ല. ഏതായാലും ഞാനിവിടെ മരുന്ന് കഴിക്കാതെ വന്നിരുന്നു. ഇന്നലെ എനിക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കിഴുവയറ്റിൽ ഒരു കേട് കിട്ടിയതിൻ്റെ പേരിൽ ഭയങ്കര വേദനയാണ്. അത് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് വേദന വന്നാലും ആ വേദനയെ സഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ വൈക്കംകാരാണ്, വൈക്കം സബ് സോണിൽ ഞാൻ നേരത്തെ സെക്രട്ടറി ആയിരുന്നു. മെയ് 5-ാം തീയതി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പേരാരും എഴുതരുത്, കാരണം എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ ഇവിടെ എറണാകുളം സോണിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ SNDC മെമ്പറാണ് ഞാൻ. ഇവിടെ ഇതുകൊണ്ട് പറഞ്ഞ് എനിക്ക് വയസ്സ് 71 കഴിഞ്ഞ്, ധ്യാനം കൂടിയിട്ട് 43 വർഷം കഴിഞ്ഞു. അന്ത്യഭൂതാസ് അവരുടെ സമയം എന്ന് പറയുമ്പോൾ അവരോട് അച്ഛനെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു അടിയിൽ തന്നിരിക്കട്ടെ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥനാനുഭവങ്ങളും ദൈവാനുഭവവും ഒത്തിരി സൈസ് ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ധ്യാനം ഞാൻ ആദ്യം കൂടിയത്, ഇദ്ദേഹത്തിൻ്റെ ധ്യാനമെന്ന് അറിയാതെ ഡിവൈനിൽ ഞാൻ എൻ്റെ ഭാര്യയും 2 മക്കളെയും കൊണ്ട് ചെന്നു. മകനന്ന് 3-4 വയസ്സ് പ്രായം, അവൻ്റെ മടിയിരുന്ന ധ്യാനം കൂടിയത്. അന്നാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. എന്നാണ്ട് 30,000 പേരോളം ആ ധ്യാനത്തിൽ പങ്കെടുത്തു. അന്നാണ് ഡിവൈനിൽ റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചത്, അല്ലേ? 35 വർഷത്തോളമായി കാണും. അപ്പം മകന് 38 വയസ്സ് കഴിഞ്ഞു. അതുകൂടാതെ ഓൺലൈനിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കോവിഡിൻ്റെ സമയത്ത് ഈ ധ്യാനത്തിൻ്റെ അനുഭവം പറയാം. അപ്പം ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ട് വിട്ടുപോയി, സോറി. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു, മരുന്ന് എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. സ്വല്പം മൂത്രം പോയി കഴിയുമ്പോൾ ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് യാതൊരു വേദന അനുഭവിക്കുന്നില്ല. അതുകൂടാതെ മുട്ടുവേദന മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക്, ഞാനൊരു തൊട്ടുവിശ്വാസിയാണ്. പൂർണ്ണമായിട്ടും ബോധ്യപ്പെടാതെ ഞാൻ സാക്ഷ്യപ്പെടുത്തില്ല. ഞാൻ മുട്ട നിന്ന് നോക്കി, അപ്പോൾ മുട്ടുവേദനയില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ധ്യാനം പറയുമ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് അടുത്തുനിന്ന് സംസാരിക്കുന്നത്. ഓൺലൈനിൽ ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇൻ്റർസെക്ഷനിൽ നിത്യാരാധന ഗ്രൂപ്പിലെ മെമ്പറാണ്. ഞാനിവിടെ ഉള്ളപ്പോൾ ഞാൻ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഓൺലൈനിൽ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഓൺലൈനിൽ ഇദ്ദേഹത്തിന് ജർമ്മനിയിൽ നിന്നുള്ള ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന വളർച്ച ധ്യാനം വെച്ചപ്പോൾ ഞാനിവിടെ വോളണ്ടിയറായിട്ട് ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ ഫുൾ ടൈമായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴാണ്. അതായത് എനിക്ക് നല്ലൊരു രോഗശാന്തി കിട്ടി. 1 വർഷത്തിൽ കൂടുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ മരുന്നിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്നിവിടെ ധ്യാനത്തിന് വന്നിട്ട് നടുവേദന, ഇന്നലത്തെ ദിവസം നടുവേദന മാറിക്കിട്ടി. ഇന്ന് എൻ്റെ ഷോൾഡറിൻ്റെ പെയിൻ മാറിക്കിട്ടി. അദ്ദേഹത്തിന് നന്ദി. പിന്നെ എനിക്ക് പേഴ്സണൽ പ്രയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല മോഡല് പേഴ്സണൽ പ്രയറുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി അതെനിക്ക് കംഫർട്ടബിൾ ആവില്ല. ബ്രദറിൻ്റെയാണ് എനിക്ക് ആദ്യം കിട്ടിയിരുന്നത്. പക്ഷെ എനിക്ക് അത് വായിച്ചിട്ട് ഒട്ടും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോന്നും മാറ്റി വെച്ചായിരുന്നു. പക്ഷെ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ആ ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖല എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. എന്നാലും ഞാനത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രദർ ശരിക്ക് ഒരു സ്നേഹമുള്ള പിതാവിൻ്റെതായ അപ്രോച്ചാണ് ബ്രദറിൽ നിന്നുള്ളത്.
ഒരു നമ്മളെ ഇറിറ്റേഷൻ അങ്ങനെ ഒന്നും ഇല്ലാതെ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ അടുത്തൊക്കെ ആരെങ്കിലും ഇങ്ങനെ പ്രേയറിന് വരുമ്പോൾ ഉണ്ടാവുന്നത്, നമ്മളോട് സംസാരിക്കുന്നത് എത്ര സോഫ്റ്റ് ആയിട്ടാണ്. അപ്പം ഞാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു അതിനൊട്ടും പേടിക്കാനില്ല, വിശ്വാസം, ശരണം, സ്നേഹം, ഫിൽമി വിത്ത് ഫെയ്ത്ത്, ഹോപ്പ്, ജോയ്, നോളജ്, ഫിൽമി വിത്ത് ജോയ്, അല്ല നോളജ്, പിന്നെന്താണ് നമ്മുടെ വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്. അതങ്ങനെയാണ് പറഞ്ഞാൽ മതി, ഒട്ടും പേടിക്കാനില്ല. അതങ്ങനെ കുറച്ച് നാളോട് പറഞ്ഞു അപ്പോൾ ശരിയായിക്കോളും എന്ന് പറയാം. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൻ്റെ ഭാരം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ലഘൂകരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് എന്താണ്, ശബ്ദം, അതൊരു വലിയൊരു അറിവാണ്. നമ്മൾ ബൈബിൾ അനുസരിച്ച് ഉണ്ടാകട്ടെ ഉണ്ടായി, അതിലാണ് നമ്മൾ നിന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ആ സ്റ്റെപ്പ്, ജ്ഞാനവും പിന്നെ വചനവും ചേർന്ന് വരുന്ന ആ ഒരു പോയിന്റ്, അത് വല്ലാതെ സ്പർശിച്ചു. മറ്റു പലതും സ്പർശിച്ചു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു ബ്രദറെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുറേ വ്യക്തത ഈ ധ്യാനത്തിലൂടെ കിട്ടി. പ്രത്യേകിച്ച് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, 2616 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ത്രിവിധ മാനങ്ങൾ, അതായത് പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശിരസ് അല്ലെങ്കിൽ നമ്മുടെ ശിരസ്സായി നിന്നുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവമായി നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വളരെയേറെ വ്യക്തത കിട്ടി ഈ ധ്യാനത്തിലൂടെ. മറ്റൊന്ന് വരങ്ങളുടെ ഉപയോഗമാണ്. എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ഭാര്യ 10-15 വർഷമായിട്ട് വരങ്ങൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആ വരങ്ങളോട് അത്ര അങ്ങോട്ട് ഒരു തുറവി കിട്ടാത്തതുകൊണ്ടും വ്യക്തതയില്ലാത്തതുകൊണ്ടും ഞാൻ അത്രയും അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. പക്ഷേ എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, അതിലൂടെ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള വരങ്ങളെ പുറത്തെടുക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് പ്രവചനത്തിൻ്റെ വരം, വ്യാഖ്യാനത്തിൻ്റെ വരങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ശുശ്രൂഷകളിലും ഇത് ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി കൂടുതലായിട്ടുണ്ടായി. അതുകൊണ്ട് വളരെ അനുഗ്രഹപ്രദമായിരുന്നു ധ്യാനം എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്ന് പ്രത്യേകമായിട്ട് പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യത്തെ ദിവസം റിപ്പോർട്ടിങ്ങിന് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു കാര്യം പറയണമെന്ന് ഓർത്ത് ആണ് ഇരുന്നത്. ഈ വർക്ക്ഷോപ്പിനെ കുറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ വർക്ക്ഷോപ്പിൽ കയറിയപ്പോൾ. കാരണം ഇവിടെ പല വരദാന വളർച്ചാ ധ്യാന സിസ്റ്റർ ജസ്ലിൻ്റെ ഒക്കെ കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. അതിലെല്ലാം തിയറിറ്റിക്കലായിട്ടാണ് എല്ലാം പറഞ്ഞത്. ഓരോ വരങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെയാണെന്ന്. അന്നേരം ഞാൻ ഓർത്ത് ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്നോർത്തൊക്കെയാണ് വന്നത്. പക്ഷേ തുടക്കം തന്നെ ഒരു വർക്ക്ഷോപ്പിലൂടെ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നാളും കൂടി ഞാൻ വിചാരിക്കുന്നു എവിടെ പോയാലാണ് എൻ്റെ വരങ്ങൾ എന്തൊക്കെയാണെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ, തുറവി വരാൻ എവിടെയൊന്ന് പോയാൽ സാധിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ദൈവം ഇതിനകത്ത് വരാൻ സെലക്ട് ചെയ്യുകയും അതുപോലെ ഈ ഗ്രൂപ്പ് ഷെയറിങ്ങിലൂടെയൊക്കെ നമ്മുടെ വരങ്ങൾ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് കിട്ടിയേക്കുന്ന വരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ പല പല വരങ്ങൾ ദൈവം നമുക്ക് ഇതിനകത്തൂടെ തുറന്നു തന്നത് ബോധ്യമുണ്ട്. പിന്നെ എനിക്കൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയത് ബ്രദർ ആ ഷഫിളില്ല ഗ്രൂപ്പൊക്കെ തിരിച്ച് 20 ഗ്രൂപ്പ് ആക്കിയിട്ട് അത് ഇതെങ്ങനെയാണ് ഇത്രയും ഗ്രൂപ്പൊക്കെ എന്നൊക്കെ ഓർത്ത്. പക്ഷേ അത് കഴിഞ്ഞ് അത് പിന്നെ ഷഫിൾ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് ഇതെങ്ങനെയായിരിക്കും ഇനി ഷഫിൾ ചെയ്യുന്നത്. അവിടെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഷഫിളിങ്, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷഫിളിങ്, ആ നമ്പേഴ്സൊക്കെ വളരെ കൃത്യതയായിട്ട് ഓർത്തിരുന്നാണ് എല്ലാവരും വിളിച്ച് അതിലൊക്കെ വന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുള്ള യേശുവിനോടുള്ള വലിയ സ്നേഹത്തിൽ ദൈവം നമുക്ക് കൂടെ അതൊരു പ്രചോദനമാണ്. അത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം നമുക്കറിയാത്ത ഗുണങ്ങളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളൊക്കെ ദൈവം നമ്മൾ നിറയ്ക്കും. അതുപോലെ എല്ലാവരും എൻജിനീയറിംഗ് സ്കില്ല് യൂസ് ചെയ്യുവാനായിട്ട് ഒരു പാഠകൻ സാറിനുണ്ട്, ബ്രദറിനുണ്ട്.
അതിനെ ഞങ്ങൾക്ക് ഇതിനകത്തൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. 120 പ്രവാചകന്മാരാണ് ബ്രദറിൻ്റെ ഇതിനകത്ത് ഈ ഒരു ക്ലാസ്സിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നത്. ദൈവം നമ്മളെ എല്ലാം ശക്തരാക്കട്ടെ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. താങ്ക് യു ബ്രദർ. ഇനി ഈ സാക്ഷ്യം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, ചില കാര്യത്തിൽ വ്യക്തത കിട്ടിയിട്ടില്ല, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ 3 ഒത്തിരി പറഞ്ഞുള്ളൂ. നന്നായി, അത് ഞാനത് വിട്ടുപോയി നമ്മൾ വിഷയം. അതായത് പ്രധാനമായിട്ട് അതിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ, ഡെലിവറസ് ഫ്രം ഓൾ ഈവിൾ, സകല എന്താണ് നമ്മളത് മലയാളത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പാപ തിന്മയിൽ, പക്ഷെ അവിടെ യഥാർത്ഥ അർത്ഥം പിശാചിൽ നിന്നും പിശാചിൻ്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്നും ഡെലിവറസ് ഫ്രം ഓൾ ഈവിൾ എന്നാണ്. എന്താ ദുഷ്ടാരൂപിയ, താങ്ക് യു, കറക്റ്റ്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, അത് കറക്റ്റായി. അപ്പോൾ അത് അതിൻ്റെ ഫൈനൽ പോയിൻ്റാണ് ഡെലിവറൻസിൻ്റെ. പക്ഷെ അതിന് മുൻപ് അങ്ങയുടെ രാജ്യം വരണേ, അവിടെ ഡെലിവറൻസ് ആരംഭിച്ചു. ഈശോ വന്നിരിക്കുന്നത് പിശാചിൻ്റെ രാജ്യത്തെ അവസാനിപ്പിക്കാനും ദൈവരാജ്യം സംസ്ഥാപിതമാക്കാനാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈശോ ആദ്യം തന്നെ വന്നിട്ട് ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു. നമ്മൾ ഈശോയുടെ പരീക്ഷ എന്ന് പറയും. എന്തിനാണ്? പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം അവിടെ പഠിപ്പിച്ചത്. അവിടെ 3 ബഹിഷ്കരണങ്ങൾ നടക്കുന്നത് 3ഉം ഈശോ വചനം ഉദ്ധരിച്ചപ്പോൾ പിശാച് വിട്ടുപോയി. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്തത്, രണ്ടാമത്തേത്, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറും. അപ്പോൾ ഈ സ്വർഗത്തിലെ പോലെയുള്ള സ്വർഗീയമായ ശക്തി, സ്വർഗീയമായ വരം, പരിശുദ്ധാത്മാ വരം, സ്വർഗീയമായ മനുഷ്യാവതാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. ആദം മണ്ണിൽ നിന്ന് വന്നു, അതാണ് ഭൂമി. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. ഭൂമിയിൽ നിന്ന് വന്ന ആദത്തിലൂടെ വന്ന പ്രശ്നങ്ങളാണ് നമ്മളിൽ ഇപ്പോഴും കൂടിയുള്ളത്. അതിനെ മാറ്റാൻ ഭൂമിയിൽ നിന്നുള്ള ഒന്നുകൊണ്ട് സാധിക്കില്ല. സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിന് മാത്രമേ ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യനെ കുറവ് മാറ്റി അവനെ സ്വർഗീയനാക്കി മാറ്റുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് ഡെലിവറൻസ്. മൂന്നാമത്തത് ജനറൽ, ഓൾ ഈവിൾ സ്പിരിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് വാസ്തവത്തിൽ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു അനുഭവം, ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്, വലിയ പ്രകാശമാണ് പിശാചിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനവിടെ വലിയൊരു ഡെലിവറൻസ് പ്രെയറിനെ ആ രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കണ്ടില്ല, പിള്ളേരും വീട്ടുകാരും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ചൊന്ന് കൈകോർത്ത് പിടിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവ് സാവധാനം ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. ഭയങ്കര അസമാധാനമായിരുന്നു അവിടെ. പക്ഷേ ഈ സ്വർഗസ്ഥനായ പിതാവ് സാവധാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ 3 കാര്യം എൻ്റെ മനസ്സിൽ വെച്ചു. അങ്ങയുടെ രാജ്യം വരണമേ. പറഞ്ഞു, നമുക്കൊന്നും കൂടി പറയാം, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അങ്ങയുടെ ഹിതം നിറവേറണമേ. അതിൻ്റെ അവസാനം ദുഷ്ടാരൂപിൽ ഞങ്ങൾ രക്ഷിക്കണം. ഇത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ആ ഡോക്സോളജി കൂടി പറയും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെ. അപ്പോൾ അത് ആ ലൂക്കായുടെ സുവിശേഷത്തിൽ മത്തായി 4-ാം അധ്യായത്തിൽ പിശാച് വന്നിട്ട് ഈശോനോട് പറയണത് ഇതാണ്, ഈ രാജ്യം എൻ്റേതാണ്, ഞാൻ നിനക്ക് തരാം. പിശാച് പറയാണ്, ഈ രാജ്യം ഞാൻ നിനക്ക് തരാമെന്ന്. ഏതാണ്ട് അവൻ രാജ്യത്തിൻ്റെ ആളാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എവിടെയാണത്? 4:3-4:5 ലൂക്കയിലാണത്. ലൂക്ക 4
4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് ഇല്ല യേശു 5. പിശാച് അവനെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. സകല രാജ്യങ്ങളും എൻ്റെയാണ്, ഇവൻ്റെ മേൽ നിനക്ക് അധികാരം തരാം, അധികാരവും മഹത്വവും. അപ്പൊ പിശാച് പറയാണ് ഇതൊക്കെ എൻ്റെയാണ്. അതിനെ ജയിക്കുകയാണ് ഈശോ. അപ്പൊ അതുകൊണ്ടാണ് അത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതില്ല. എന്നാൽ ഈശോയുടെ രക്ഷാകര ദൗത്യം മുഴുവനും ഈ രാജ്യവും അധികാരവും മഹത്വവും ദൈവത്തിൻ്റെതാണെന്നും അത് പിശാചിൽ നിന്നും അത് മാറ്റി പിശാചിനെ പരാജയപ്പെടുത്തി പിശാച് ഒരു ഒപ്പോസിഷൻ പാർട്ടി പോലെയായി. റൂളിംഗ് പാർട്ടി ആരാണ്? ദൈവരാജ്യമാണ്, ഈശോയാണ്. നമ്മളെല്ലാവരും ആ റൂളിംഗ് പാർട്ടിയിലെ ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ പുറകെ അവൻ ഇപ്പോഴും ജയ് വിളിച്ചുകൊണ്ട് നടക്കാണ്. ഇല്ല, ഞാനിപ്പോഴും ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഏതുപോലെ ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂളിംഗ് പാർട്ടി ജയിച്ചു, ഒപ്പോസിഷൻ പാർട്ടി അതിനു മുമ്പുണ്ടായിരുന്ന റൂളിംഗ് പാർട്ടി തോറ്റു, പക്ഷെ അവരിപ്പോഴും ഉണ്ട്. എന്ന പോലെ പിശാചിന്റെ പാർട്ടി ഇപ്പോഴും ഉണ്ട്, പിശാചും ഉണ്ട്, പക്ഷേ രാജ്യവും അധികാരവും മഹത്വവും പിശാചിന് ഇല്ല. അത് ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. നമ്മൾ ആ പാർട്ടിയിലെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പാർട്ടി ഇല്ല, 2 പാർട്ടിയേ ഉള്ളൂ. എൻ്റെ കൂടെ അല്ലാത്തവരെല്ലാം ഒപ്പോസിഷൻ പാർട്ടിക്കാരാണ്. അതാണ്. അപ്പോൾ ഒപ്പോസിഷൻ പാർട്ടിയുടെ പണി എന്താ? ദൈവത്തിൻ്റെ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുക. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഇങ്ങനെയുള്ളത് വിട്ടുപോയിട്ടുണ്ടാകാം. 1-2 എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ അതങ്ങ് കണ്ടിന്യൂഷൻ വിട്ട് വേറെ ടോപ്പിക്കിലേക്ക് പോയി. അങ്ങനെ തോന്നുന്നത് എന്നോട് പറഞ്ഞോളൂ, നമ്മളത് ഫില്ല് ചെയ്യാം. ആ ആ ഓക്കെ, അതായത് ഞാൻ പോയി സ്ഥലമൊരുക്കി ഞാൻ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടുപോകാം. അപ്പൊ ഈ ഞാനായിരിക്കുന്ന ഇടം എന്ന് പറയുന്നത് ത്രിത്വമാണ്. ത്രിത്വം, ഞാനായിരിക്കുന്ന ഇടം എവിടെയാണ്? ഈശോ ആയിരിക്കുന്നത് ത്രിത്വത്തിലാണ്. അപ്പൊ ആ ത്രിത്വം എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശൈലി സ്ഥലമൊരുക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ളൊരു സ്ഥലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താ? ഞാൻ കുരിശിൽ എൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചു എന്നാണ് അർത്ഥം. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപം കടങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു, നിങ്ങളുടെ കടബാധ്യത ഞാൻ മാറ്റി, നിങ്ങളുടെ കടപ്പത്രം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതൊക്കെ കുർബാനയിലെ പ്രാർത്ഥനയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബാങ്കിൽ 1 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും ബാങ്ക് മാനേജർ ആൾക്കാരെ അയച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ തന്നില്ല ഈ സ്ഥലം ജപ്തി ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു നോട്ടീസ് വന്നേക്കണ്, നിങ്ങളുടെ എല്ലാ കടബാധ്യത അവസാനിച്ചു, നിങ്ങൾ വന്ന് കടപ്പത്രം തിരിച്ചു കൊണ്ടുപോകാൻ. എന്ത് പറയുന്നത്? അതാണ് ഗുഡ് ന്യൂസ്, അതാണ് സുവിശേഷം. നമ്മൾ ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കടം മുഴുവനും എങ്ങനെ ആര് നിങ്ങൾ കടപ്പത്രം തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാണ് നോട്ടീസ് വന്നേക്കണം. കടപ്പത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായില്ലേ? എനിക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല. അത് പറയണം, മോർഗേജ്, ഈട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആരാണ് ഈ പൈസ അടച്ചത്? അത്
നസ്രസിലെ യേശു വന്ന് അടച്ചു തീർത്തു. ഇതുപോലെയാണ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള കടം. പാപ അത് വേറൊരു വാക്കുണ്ടല്ലോ അതിന്, അല്ല, പാപത്തിൻ്റെ ലൂസ് ഗൽട്ട്, കടബാധ്യത അല്ല, വേറൊരു വാക്ക്, പാപ മോചനദ്രവ്യം. ഈശോ നമുക്ക് വേണ്ടി മോചനദ്രവ്യം അടച്ചുകൊണ്ടാണ് നമ്മളെ വിമോചിപ്പിച്ചത്. ഇപ്പൊ ഇയാളൊരു വചനം പറഞ്ഞില്ലേ, ഞാൻ കടം നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മളെ ഈശോ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ ജീവൻ തന്നെ മോചനദ്രവ്യമായി കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി നമ്മുടെ പേരിലുള്ള എല്ലാ ലയബിലിറ്റിയും തീർത്ത് കടപ്പത്രവും തിരിച്ച്. ഇത് സീറോ മലബാർ കുർബാനയിൽ ആ സർവേശ്വരനാം ദൈവം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പാടുന്നതാണ്. പക്ഷെ അതിൻ്റെ ഗദ്യഭാഗത്താണ് എഴുതിയിരിക്കുന്നത് കടബാധ്യത അവസാനിപ്പിച്ചു, കടപ്പത്രം തിരിച്ചു കൊണ്ടുപോകാം. ഓക്കെ, പറഞ്ഞോ, ഒന്ന് പഠി, പുസ്തകമില്ല. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് നാളെ എന്നോട് പറഞ്ഞു. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാളെ വെളുപ്പിന് നിങ്ങളുടെ കയ്യിൽ പേഴ്സണൽ പേരിൻ്റെ കടലാസ് ഉണ്ട്, ഒന്ന് പരിശ്രമിച്ച് നോക്കും. ഒന്നില്ലെങ്കിൽ ഈ ഹാളിലിരുന്നോ അല്ലെങ്കിൽ ചാപ്പലിൽ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഇരുന്ന് ഒരു റൗണ്ട് അതൊന്ന് പ്രാർത്ഥിച്ച് നോക്കും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വരദാനങ്ങളെല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നു, വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇത് മറ്റന്നാൾ പ്രവർത്തിക്കുന്നു. എങ്ങനെ? അല്ലെങ്കിൽ ഈ പേഴ്സണൽ പെയർ ചെയ്തില്ലെങ്കിൽ. നമ്മുടെ ഫോണിന് നല്ല ഫോണാണ്, പുതിയ ഫോണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ചാർജ് ചെയ്തില്ലെങ്കിൽ അത് വർക്ക് ചെയ്യുമോ? അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളുടെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക. അതാണ് പൗലോസ് പറയുന്ന ഒരു കാര്യം. റോമ 12:12. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുവേൻ. വെരി ഗുഡ്. കണ്ടോ, ഇദ്ദേഹം വചനം എന്തോരം പഠിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയശുദ്ധി ഉള്ളതുകൊണ്ടാണ് വചനം ഹൃദയത്തിൽ നിൽക്കുന്നത്. എങ്ങനെ ഈ വചനം കാണാപ്പാടം പഠിക്കണമെന്ന് പറഞ്ഞാൽ, ആ വാസ്തവത്തിൽ ഈ പേഴ്സണൽ പെയറിൻ്റെ ഈ ശൈലി തുടങ്ങാനുള്ള കാരണം വചനം എൻ്റെ ഹൃദയത്തിൽ തങ്ങണം. വചനം ഹൃദയത്തിൽ തങ്ങണമെങ്കിൽ ഈശോ പറഞ്ഞു, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം ശരിയാവൂ. വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ എന്തൊരു മനോഹരമായ ഒരു ഉപമയാണത്. പുതിയ മാർപ്പാപ്പയുടെ ആദ്യത്തെ ക്ലാസ് ഇതിനെക്കുറിച്ചായിരുന്നു. നല്ല നിലത്ത് വിത്ത് വിതയ്ക്കുക. നമ്മുടെ നാട്ടിൻപുറത്ത് നോക്കി വിതക്കാരൻ ചുമ്മാ വിത്ത് വിതയ്ക്കുകയാണോ ചെയ്യണത്? ഒരു ദിവസം മുഴുവനും പണി ചെയ്ത് അല്ലെങ്കിൽ ദിവസങ്ങളോളം പണി ചെയ്ത് കട്ട ഉടച്ച് ഉഴുത് മറിച്ച് കട്ട ഉടച്ച് നിലം വളരെ മനോഹരമാക്കിയതിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് വിതയ്ക്കൽ കിടക്കും ഇല്ലേ? വിതയ്ക്കാൻ 1 മണിക്കൂർ എടുക്കുള്ളൂ. പക്ഷെ അത്രയും നിലം ഉഴുത് മറിച്ച് കട്ട ഉടച്ച് നിരപ്പാക്കാൻ ഒരുപക്ഷെ ദിവസം 1-2 ദിവസം കഴിയും. ആ ഉപമ ഇന്നും നമ്മുടെ അയലോക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ? അതാണ് ഈശോയുടെ ഉപമകൾ നിത്യതയുള്ള ഉപമകളാണ്, നമ്മുടെ ജീവിത ബന്ധിയായിട്ടുള്ള ഉപമകളാണ്. നമ്മൾ വലിയ തിയോളജിക്കൊന്നും പോകണ്ട, നമ്മൾക്ക് ചുറ്റുപാടും നമ്മുടെ വീട്ടിലും അടുക്കളയിലും പറഞ്ഞ കാര്യം മതി. ഉപ്പ്, പുളിപ്പ്, ഇങ്ങനെയുള്ള. ഓക്കെ, അപ്പോൾ ഇനി നിർത്താം നമുക്കില്ലേ? നമുക്കൊന്ന് നന്ദി പറയാം ഒരിക്കൽ കൂടി. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ിച്ചു
തമ്പുരാന്റെ ഓമനപുത്രി പുത്രൻ തമ്പുരാന്റെ വാത്സല്യമാതാവിൽ തമ്പുരാന്റെ മലമനവാട്ടി ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. നാളെ നമ്മുടെ സമാപന ശുശ്രൂഷ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഓരോരുത്തർക്കും ഒരു പ്രവചനം ആ സമയത്ത് തരും. അതുകൊണ്ട് നിങ്ങൾ അതിന് മുമ്പ് വന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ നമുക്ക് സമയവും അതൊക്കെ ക്രമീകരിക്കുന്നതിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ നിമിഷത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് റെക്കോർഡിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരുടെ മുഖവും പ്രവചനവും ഒക്കെ ഉണ്ടാവും. ആ പ്രവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് രജിസ്റ്റർ ആവും. ആ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ഈ പ്രവചനം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രതീക്ഷിക്കുക. അങ്ങനെയായിരിക്കും നമ്മുടെ സമാപന ശുശ്രൂഷ. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ശരി എന്നാൽ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.